ഇപ്പോൾ പോയ വിമാനം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്ന ഒരു അച്ഛനും മകളും തിരുവനന്തപുരത്തുണ്ട്, ഗോപകുമാറും അനാമികയും. എൻ്റെ പേര് അനാമിക GS. ഞാൻ ഇപ്പം +2 വിദ്യാർത്ഥിനിയാണ്. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പ്ലെയിൻ സ്പോട്ടറാണ്. പ്ലെയിൻ സ്പോട്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും അതിനോടുള്ള ഇഷ്ടവുമെല്ലാമാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്ക് ഫ്ലൈറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫി എന്ന ഇതിലോട്ട് വന്നത് അച്ഛനിലൂടെയാണ്. പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ അധികം പരിചയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇൻ്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്ലെയിൻ വാച്ച് ചെയ്യുന്നു, പടമെടുക്കുന്നു ഒക്കെ ഉണ്ട് എന്നായിരുന്നു. പക്ഷേ 1.5 പതിറ്റാണ്ട് 10-15 വർഷങ്ങൾക്ക് ഒരു പരിചയമേ ഇതിനകത്ത് ഉള്ളൂ. പ്ലെയിൻ സ്പോട്ടേഴ്സ് കേരള എന്ന് പറഞ്ഞ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടു. ഈ പ്ലെയിനിൻ്റെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും ആ ചിത്രങ്ങളെ അപഗ്രഥിക്കുകയും ആ ചിത്രങ്ങളുടെ ഫൂട്ടേജസ് കളക്ട് ചെയ്യുകയും എന്ന് വേണ്ട ആ ഏവിയേഷൻ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുണ്ടായിരുന്നത്. 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് കോവിഡ് വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ക്വാറന്റൈനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റി. കൂടുതൽ പിക്ചേഴ്സ് എടുക്കുകയും ഇതിലോട്ട് കുറച്ചും കൂടെ ആഴത്തിൽ നോക്കുകയൊക്കെ ചെയ്ത്, പിന്നെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ന്യൂ ഇയർ സന്ദർശനത്തിന് പോകുകയും ഞാനെടുത്ത പിക്ചറാണ് ജെറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലോഡ് ആകുകയും അതാണ് ഫ്ലൈറ്റ് റഡാറിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇത്തരം മേഖലയിലേക്ക് വളരെ കുട്ടിക്കാലത്തെ എത്തിയ ഒരു ആളാണ്. കാരണം ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടും ഇതൊരു എന്തൂസിയാസ്റ്റിക്കുള്ള സംഗതി ആയതുകൊണ്ടും ഒക്കെ വന്നിരുന്നു. പക്ഷേ ഒരു പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖല ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എന്നുള്ളതാണ്. അതിനകത്ത് പ്ലെയിൻ സ്പോട്ടേഴ്സിൽ അംഗമായിട്ട് മാറി. അതിനുശേഷം എൻ്റെ മകളും അംഗമായിട്ട് മാറി. ഇപ്പോൾ അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് എൻ്റെ ആ ഫോട്ടോഗ്രാഫിയിലുള്ള ടേസ്റ്റും എല്ലാം കണ്ടിട്ട് ചേട്ടനാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ക്യാമറ തന്നത്. അത് ചേട്ടന് ഉപയോഗിച്ചിരുന്ന ക്യാമറ എനിക്ക് വേണ്ടി തന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ചേട്ടൻ്റെ അടുത്ത്. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഒരു 70s കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഹിന്ദു പത്രം കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു വിമാനം 4-5 മണിക്ക് വരുമായിരുന്നു, വെളുപ്പാൻ രാവിലെ. അതിൻ്റെ ശബ്ദവും അതിൻ്റെ വ്യത്യസ്തമാർന്ന രീതിയൊക്കെയാണ് അന്ന് കുട്ടിക്കാലത്ത് മനസ്സിൽ കണ്ടത്. വാഷ് ചെയ്ത് എടുക്കുന്ന ആ റോൾ ഫിലിമിൻ്റെ ആ കാലത്ത് ഇവിടെ നടന്ന അന്നത്തെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു വിമാനങ്ങളുടെ സംഗതികളും അന്നത്തെ ഒരു എയർ ഷോയുടെ സംഗതിയാണ് ഞാൻ ആദ്യം എടുത്ത് തുടങ്ങിയ സംഗതി. ഞാനൊരു അധ്യാപകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാനും എൻ്റെ മകളും ഒക്കെ എടുക്കുന്ന പടത്തിൽ മിക്കവാറും പക്ഷികളും മാലിന്യങ്ങളും അതിനകത്ത് അടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ബേർഡ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് സജീവമായിട്ട് വന്നത് നമ്മുടെയൊക്കെ ചിത്രങ്ങളുടെ രീതിയിലും മീഡിയയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് സജീവമായിട്ട് കൊണ്ടുവരുന്നത്. ഇത് എയർ ഇന്ത്യ 1 പ്രധാനമന്ത്രിയുടെ വിമാനമാണ്. പ്രധാനമന്ത്രി പ്രസിഡന്റ് VIP സഞ്ചരിക്കുന്നതാണ്. ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്കുള്ള ആ അവസ്ഥ കാണിക്കുകയാണ്. ഇന്നും ആ വിഷയം റിലവൻ്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഈ ഫോട്ടോഗ്രാഫിൻ്റെ പ്രത്യേകത. പൊതുവേ ഇവിടെ ഇറച്ചി വെട്ടുകയും അതിൻ്റെ വേസ്റ്റ് നിക്ഷേപിക്കുകയും പിന്നെ അല്ലാതെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയായിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പം ഈ പക്ഷികൾക്ക് അറിഞ്ഞൂടല്ലോ ലൈക്ക് ഇത് ഇവിടെ വന്നൂടാന്നും ലൈക്ക് ഇവിടെ ഫ്ലൈറ്റ്സിൽ ലാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ഏതെങ്കിലും ഒരു പക്ഷി വിമാനത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ മതി, ഒരു വലിയ അപകടത്തിലോട്ടാണ് എത്തിക്കുന്നത്. അപ്പം മിക്കപ്പോഴും ഞാനും അച്ഛനും ഇവിടെ നിൽക്കുമ്പം മിക്ക പക്ഷികളും ജസ്റ്റ് മിസ്സായിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത്. അപ്പം ഞാൻ പറയും, ഒയ്യോ അതിപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ എന്താവും എന്നുള്ള ഒരു പേടിയുണ്ടല്ലോ.
എൻ്റെ ഒരു സ്കൂൾ എക്സാം ആയിരുന്നു മാർച്ച് സമയത്ത്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ബ്രോഷർ ടൈപ്പിലായിട്ട് ഒരു അവയർനെസ് കൊടുക്കുകയുണ്ടായി. ഇതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ പട്ടം, ബലൂൺ ഇതുപോലുള്ളതൊന്നും പറത്തരുതെന്നും കൂടാതെ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് നമ്മൾ കുട്ടികളെന്ന നിലയിൽ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ചുറ്റുപാടും കൊടുക്കണമെന്നൊക്കെ ഒരു ചെറിയൊരു ബ്രോഷർ തയ്യാറാക്കുകയുണ്ടായി. അത് ഈ ചുറ്റുപാടുള്ള സ്കൂളുകളിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പം അമ്മ പറയും പഠിക്കാനുള്ള ടൈമല്ലേ, ചുമ്മാ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ പോകുന്നത്, ഇതിലോട്ട് ഫോക്കസ് ചെയ്യുന്ന എന്തിനാ, പഠിത്തത്തിലോട്ടൊക്കെ ഫോക്കസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വഴക്ക് പറയും. പക്ഷേ ആക്ച്വലി അതെൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്, എന്നെക്കുറിച്ച് ഭയങ്കര കാര്യമാണ് അമ്മയ്ക്ക്. അനാമിക ഒരു സ്റ്റാമറിങ്, ഒരു അല്പം വിക്ക് വളരെ കുട്ടിക്കാലത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ ഫോട്ടോഗ്രാഫിക് ഫീൽഡിലേക്ക് ഒരല്പം ഒന്ന് ടച്ച് ചെയ്യിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ മുഖ്യധാരയിൽ എത്താനായിട്ട് അല്പം പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഇതൊരു വലിയ സ്പിരിറ്റാണ്. ഇതുവരെ എടുത്തതിൽ വെച്ചിട്ട് ഇനി എടുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു വിമാനമാണ് ഗെയർബസിൻ്റെ A380 എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റാണ്. അപ്പം ആ ഫ്ലൈറ്റ് ഇവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങാറില്ല. 40,000 ഫീറ്റ് മുകളിലോട്ടൊക്കെ പോകുമ്പം ഞാൻ എൻ്റെ ടെലി ലെൻസ് വെച്ച് ഞാൻ അതിനെ പകർത്താറുണ്ട്. അപ്പം ആ ഒരു ഫ്ലൈറ്റ് ഒന്ന് നേരിട്ട് കാണണമെന്നും അതിനെ പകർത്തണമെന്നൊക്കെ വലിയതായിട്ടുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ ഇതുവരെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. അതിന് ഇനിയും ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. മെഡിക്കൽ ഫീൽഡാണ് ഞാൻ കുറച്ച് നോക്കുന്നത്. ഫോട്ടോഗ്രാഫി, പ്ലെയിൻ സ്പോട്ടിംഗ് ഒന്നും എന്തായാലും ഞാൻ മാറ്റി വയ്ക്കാൻ പോകുന്നില്ല. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എൻ്റെ കൂടെ തുടർന്നുകൊണ്ടേയിരിക്കും.